കോൺഗ്രസ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ തന്റെ ഒറ്റ നീക്കത്തിലൂടെ കോൺഗ്രസിനെ കെട്ടുറപ്പുള്ളതാക്കി മാറ്റാൻ ഷാഫി പറമ്പിലിനെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല. ഇന്നിപ്പോൾ കേരളക്കര മുഴുവൻ കോൺഗ്രസിന് കൈയടിച്ചു പോവുകയാണ്. ഒന്നും രണ്ടുമല്ല, 27 പെൺപുലികളെയാണ് ഇന്ന് കോൺഗ്രസ് കളം നിറച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തങ്ങളുടെ അംഗസംഖ്യ 10 നിന്നും 51 ഉയർത്താൻ ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് കാലേക്കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രചാരണത്തിനിറങ്ങുന്നത്. പട്ടികയിൽ പുതുമുഖങ്ങളെയും യുവനിരയെയും അണിനിർത്തി CPM-നെയും BJP-യെയും കൊമ്പ് കുത്തിക്കാനാണ് ശ്രമം. 48 പേരടങ്ങുന്ന ആദ്യഘട്ട പട്ടികയിൽ 27 വനിതകളുണ്ട്. പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന വിശേഷണത്തോടെയാണ് KS ശബരിനാഥിന്റെ നേതൃത്വത്തിലുള്ള പട്ടികയിൽ 24-കാരിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് വൈഷ്ണ സുരേഷിനെ CPM-ന്റെ സിറ്റിംഗ് സീറ്റായ മുട്ടട വാർഡിൽ മത്സരിപ്പിക്കുന്നത്. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. ടെക്നോ പാർക്ക് ജീവനക്കാരിയും നിയമ വിദ്യാർത്ഥിയുമായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിൽ പഠനം തുടരുന്നതിനോടൊപ്പം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ നേടി. വിവിധ TV ചാനലുകളിലും പ്രധാന ഷോകളിലും അവതാരികയായി തിളങ്ങിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രക്ഷോഭങ്ങളിൽ സജീവമായ വൈഷ്ണ KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ്. 6 മാസം മുരളീധരൻ എന്ന രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരത്ത് തമ്പടിച്ചു നിന്നുകൊണ്ടാണ് കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. അതായിരുന്നു ശബരിനാഥ്. അവിടെയാണ് 27 പെൺപുലികൾ. അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന്റെ സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. മാങ്കൂട്ടം എന്ന യുവനേതാവിനെ പിച്ച് ചീന്തിക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ കൊണ്ട് ഒന്നും ചെയ്യാനാവാത്ത തരത്തിൽ മാധ്യമങ്ങൾ വരിഞ്ഞു മുറുക്കിയിരുന്നു. അവിടെ ഷാഫി എന്ന ജനകീയനായ നേതാവിനെ ഇല്ലാതെയാക്കാൻ നോക്കി. പക്ഷേ ഷാഫി വിട്ടുകൊടുത്തില്ല. എന്നു മാത്രമല്ല, പിണറായി പോലീസ് പടയ്ക്ക് മുന്നിൽ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി പണിയെടുത്തു. അതിന്റെ ഫലമെന്നോണം യൂത്ത് കോൺഗ്രസിന് OJ ജനീഷ് എന്ന തലവനെ തെരഞ്ഞെടുത്തു. മാങ്കൂട്ടം വീണ്ടും സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരികെ എത്തി. ജംബോ കമ്മിറ്റിയും കോർ കമ്മിറ്റിയുമായി ചുമതലകളെ വിഭജിച്ചു കൊടുക്കാനുള്ള കമ്മിറ്റികളെ കോൺഗ്രസ് തയ്യാറാക്കി കഴിഞ്ഞു. അവിടെയും മുറുമുറുപ്പുണ്ടാകുമെന്ന കണക്കുകൂട്ടലിൽ അടുത്ത പടിപ്പുരയായ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും കടന്നിരിക്കുമ്പോൾ അത് കോൺഗ്രസിനൊരു വലിയ നേട്ടവും കാര്യവുമാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പും വാതിലിൽ മുട്ടി നോമിനേഷൻ പത്രിക സമർപ്പണത്തിന്റെ അവസാന സമയങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ പൊട്ടലും ചീറ്റലും തർക്കവും ഒക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാറുള്ളൂ. അപ്പോഴേക്കും വോട്ടിംഗ് മെഷീൻ പോളിംഗ് ബൂത്തിൽ എത്താനുള്ള സമയവുമാകും. എന്നാൽ ആ പതിവ് പല്ലവിയും മാധ്യമങ്ങൾക്ക് കിട്ടുന്ന എല്ലിൻ കഷ്ണവുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് 48 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിലൂടെ ചരിത്രം കുറിച്ച് റെക്കോർഡിട്ടിരിക്കുകയാണ്.